ഹായ് ചങ്ങായിസ്, എല്ലാവർക്കും EC4Uയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തോന്നും ഇതൊക്കെ പഴയതാണല്ലോ, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ, പിന്നെ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ കാണാത്ത ഒരു മെത്തേഡാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഏറ്റവും ഈസി ആയിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഒരു ഇലക്ട്രീഷ്യനൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും. അത്യാവശ്യം വയറെ ഫേസ് ന്യൂട്രൽ എന്താണ്, ബാറ്ററിയുടെ പ്ലസ് എന്താണ്, മൈനസ് എന്താണെന്നൊക്കെ അറിയുന്ന ഒരു ഇലക്ട്രീഷ്യനൊക്കെ മിക്ക വീടുകളിലും കാണും. അവരെ കൊണ്ട് പോലും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ പോയാലോ. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ളതിൽ ആദ്യത്തെ ഒരു പാർട്ടാണ് ഇത് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ. ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ലുക്ക് തരും. ഒരു 18mm ഡയയിൽ ഇതിങ്ങനെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ടൈറ്റ് ചെയ്യാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് 3 വയർ ഉണ്ടാകും. VCC, ഗ്രൗണ്ട്, ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. നമുക്കിതിൻ്റെ ഡിറ്റക്ഷൻ റേഞ്ച് 3 to 80 സെന്റിമീറ്റർ വരെ ഡിറ്റക്ഷൻ റേഞ്ച് തരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പ്രീസെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു PCB വേർഷനാണ് അത് ഈ കാണുന്നത്. ഇതിൽ രണ്ടിൽ യൂസ് ചെയ്യുന്നത് TSOPന്റെ ഒരു IC ആണ്. കാരണം ഇതിൽ IR LED ഉണ്ട്. ഇത് IR ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു TSOP 38238 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി 38 kHz IR സിഗ്നൽ മാത്രം കടന്നു പോകുന്ന പോലെയാണ്, ആ സമയത്ത് മാത്രം ഔട്ട്പുട്ട് തരുന്ന പോലെയാണ് ഇതിന്റെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഫാൾസ് സിഗ്നലിംഗ് ഒന്നും ഉണ്ടാവില്ല. പുറത്ത് സൺലൈറ്റിൽ വെച്ചാലോ ട്യൂബ് ലൈറ്റിന്റെ താഴത്ത് വെച്ചാലൊന്നും അത് അനാവശ്യമായിട്ട് സിഗ്നൽ ചെയ്യില്ല. നമ്മൾ ഒബ്ജക്റ്റ് ഇതുവഴി 38 kHz വരുന്നുണ്ട്. ഇതിൽ 38 kHz സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 555 IC വെച്ചിട്ട് ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ, ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്രീസെറ്റ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഡിറ്റക്ഷൻ റേഞ്ച് വാരി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ റിലയബിൾ ആണ്. നമ്മൾ സാധാരണ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു പ്രോക്സിമിറ്റി സെൻസർ ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഇത് IR LED, ഇതിന്റെ ഫോട്ടോ ഡിറ്റക്ട്, ഫോട്ടോ ഡയോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ആൾവേസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും IR സോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്ന പോലെയായിരിക്കും ഇതിന്റെ സർക്യൂട്ട്. പിന്നെ റിസീവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന IR ലൈറ്റിനെ ഒരു ജസ്റ്റ് ഒരു ഒപ്പാമ്പ് LM393ന്റെ ഒരു ഒപ്പാമ്പ് IC ആണ്, ഒരു കമ്പാരേറ്റർ ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ത്രഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രീസെറ്റ് ഉണ്ട്. ഇത് വാരി ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റക്ഷൻ റേഞ്ച് വാരി ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് ഇതിന്റെ IR ഫ്രീക്വൻസി, ഇതിന് പ്രത്യേകിച്ച് ഫ്രീക്വൻസി ഇല്ല, ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, ഒരു DC വോൾട്ടേജ് വെച്ചിട്ടാണ് IR LED ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പുറത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് സൺലൈറ്റോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈറ്റ് സോഴ്സിലോ ഒക്കെ നിറയെ IR ഫ്രീക്വൻസി IR ലൈറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഒരു അനാവശ്യ സമയങ്ങളിലൊക്കെ ട്രിഗർ ആകും. അപ്പൊ ഇതിനൊരു റിലയബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യരുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിന്ന് സർക്യൂട്ട് അസംബിൾ ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നില്ല, രണ്ടിനും ഔട്ട്പുട്ട് ഒന്ന് തന്നെയാണ്. ജസ്റ്റ് ഒരു VCC, ഗ്രൗണ്ട്, ഔട്ട്പുട്ട് 3 വയർ തന്നെയാണ് ഇതിനും ഉള്ളത്. പിന്നെ നമ്മൾ പ്രോക്സിമിറ്റി സെൻസറിന്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് ഡ്രൈ ചെയ്യിപ്പിക്കുന്നത് റിലേനെയാണ്. ഇപ്പൊ റിലേ മൊഡ്യൂൾ അറിയാം, സാധാരണ ഒരു ട്രാൻസിസ്റ്റർ വെച്ച് ഡ്രൈ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ റിലേ മൊഡ്യൂൾ നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വയറിംഗ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം 3 പിന്നുണ്ട്. 3 പിന്നിൽ എപ്പോഴും ഒന്ന് VCC, പിന്നൊന്ന് ഗ്രൗണ്ട്, പിന്നൊന്ന് ഇന്ന്. ഇത് സിംഗിൾ ചാനൽ റിലേ ആയതുകൊണ്ട് ഒരു ഇൻപുട്ട് ആയിരിക്കും. ഇതുപോലെ തന്നെ 2 ചാനൽ, 4 ചാനൽ, 8 ചാനൽ അങ്ങനെയൊക്കെ റിലേ മൊഡ്യൂൾസ് നമുക്ക് കിട്ടും. അപ്പൊ ഇതില് ഇൻപുട്ടാണ്. ഇതിന്റെ VCC, ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻപുട്ടാണ് നമ്മൾ ഇതിനെ വെച്ചിട്ട് റിലേനെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. VCC, ഗ്രൗണ്ട്, പിന്നെ ഇത് വെച്ചിട്ട് റിലേ ട്രൈ ചെയ്യിപ്പിക്കുന്നു. റിലേന്റെ ഔട്ട്പുട്ട് റിലേ വെച്ചിട്ടാണ് നമ്മൾ ഫൈനലി നമ്മുടെ പമ്പ് വരും. പമ്പിനെ നമ്മൾ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നത്, പമ്പിനെ ഓൺ ഓഫ് ചെയ്യിപ്പിക്കുന്നതിനാണ് റിലേ യൂസ് ചെയ്യുന്നത്. നേരിട്ട് ചെയ്യുമ്പോൾ IC എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. TIC32C IC എല്ലാം യൂസ് ചെയ്യേണ്ടി വരും.
നമ്മൾക്കതൊന്നും വേണ്ട. ജസ്റ്റ് സോൾഡറിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ജസ്റ്റ് ഒന്ന് ജമ്പർ വയർ വെച്ച് കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മുടെ സർക്യൂട്ടിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ഇത് നമ്മുടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു DC സബ്മേർസിബിൾ പമ്പാണ്. ഒരു 3 to 12 വോൾട്ടേജ് DC വരെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന നമ്മുടെ ലിക്വിഡ് സാനിറ്റൈസറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സബ്മേർസിബിൾ പമ്പാണ്. ഇത് നമുക്ക് സബ്മേഴ്സ് ചെയ്യാണ്ട് പുറത്ത് വെച്ച് ഇതിന്റെ സെക്ഷനിൽ ടാങ്കിന്റെ ബോട്ടം ഒരു ഹോസ് കണക്ട് ചെയ്താലും അങ്ങനെയും യൂസ് ചെയ്യാം. രണ്ട് വിധത്തിലും യൂസ് ചെയ്യാം. ഒന്ന് സബ്മേഴ്സ് ചെയ്ത് വെക്കാം, ഇമ്മൻസ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ പുറത്ത് വെച്ചും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതൊക്കെ 5 വോൾട്ടേജിലാണ്. അപ്പോൾ ഒരു DC പമ്പ്. അപ്പോൾ പ്രോക്സിമിറ്റി സെൻസർ വരുന്നു. പ്രോക്സിമിറ്റി സെൻസർ വെച്ച് നമ്മൾ റിലേ ഡ്രൈ ചെയ്യിപ്പിക്കുന്നു. റിലേയിൽ നിന്ന് പമ്പ് ഡ്രൈ ചെയ്യിപ്പിക്കും. അപ്പോൾ പ്രോക്സിമിറ്റി സെൻസറിൽ ഒബ്ജക്റ്റ് വരുമ്പോൾ പമ്പ് റൺ ആകും. അപ്പോൾ സാനിറ്റൈസർ പുറത്ത് വരും. നമ്മൾ എത്രത്തോളം സമയം കൈ വെച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം സമയം പമ്പ് ഓടിക്കൊണ്ടിരിക്കും, നമുക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെയാണ് അപ്പോൾ ആ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇതൊരു ഓൺ ഡിലേ ടൈമറാണ്. എഗെയിൻ ഒരു 555 IC യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈമർ സർക്യൂട്ടാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിങ് ഇതിൽ 1 to 5 സെക്കൻഡ് വരെ നമുക്ക് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1 to 5 സെക്കൻഡ് വരെ. ആ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രീസെറ്റ് വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 1 സെക്കൻഡ് ഡിലേ 1 സെക്കൻഡ് തൊട്ട് 5 സെക്കൻഡ് വരെ ഡിലേ കിട്ടും ഔട്ട്പുട്ടിൽ. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഒരു VCC ഗ്രൗണ്ട് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇതിൽ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പൊ നമ്മൾ ഇതിവിടെ 1 സെക്കൻഡ് ഡിലേ ആണ് സെറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ ഈ VCC ഗ്രൗണ്ട് സാധാരണ ഒരു സർക്യൂട്ടിൽ VCC ഗ്രൗണ്ട് കൊടുത്ത റിലേ ഓപ്പറേറ്റ് ആകേണ്ടതാണ്, ഇമ്മീഡിയറ്റ്ലി റിലേ ഓപ്പറേറ്റ് ആകേണ്ടതാണ്. ഇത് ഓൺ ഡിലേ ടൈമർ സർക്യൂട്ടാണ്. അപ്പൊ ഇതിൽ 1 സെക്കൻഡ് ഡിലേ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഉണ്ടെങ്കിൽ തന്നെയും 1 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ റിലേ അടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഓൺ ഡിലേ ടൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിന്റെ മോട്ടർ ഡ്രൈവ് ചെയ്യുന്നില്ലേ, മോട്ടർ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര സമയം കൈ വെച്ചുകൊണ്ടിരുന്നാൽ തന്നെയും പമ്പ് കറക്റ്റ് 1 സെക്കൻഡ് ഓൺ ആയി 1 സെക്കൻഡ് കഴിഞ്ഞാൽ പമ്പിന്റെ ഔട്ട്പുട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈമർ സർക്യൂട്ട് യൂസ് ചെയ്യും. അപ്പം നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന ഓരോ പാർട്സുകളും അതിലോട്ടുള്ള വയർ കണക്ഷൻസും വളരെ ഈസിയായി മനസ്സിലാക്കി തരുന്ന ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രമാണിത്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ JPG ഫയൽ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അതേപോലെ തന്നെ വയറിംഗ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.
അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഈ രൂപത്തിലാണ് അത് എത്തിയത്. പിന്നെ നമ്മൾ അസംബിൾ ചെയ്യുന്ന ഫുൾ ലെങ്ത് വെക്കാതിരുന്നത് വീഡിയോയുടെ ലെങ്ത് അനാവശ്യമായിട്ട് കൂട്ടണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ സാനിറ്റൈസർ ഫില്ല് ചെയ്യാനുള്ള ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസർ പുറത്തു നിന്നുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്യാപ്പ് പുറത്ത് വരുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതുവഴി നമുക്ക് സാനിറ്റൈസർ ഫില്ല് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും മാർക്കിംഗ് വെച്ചിട്ടുണ്ട്, സാനിറ്റൈസറിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫില്ല് ചെയ്തിട്ടുള്ള സാനിറ്റൈസറിന്റെ ലെവൽ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ ഹൈ ലോ ലെവലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാപ്പ് വഴി അകത്തോട്ട് എന്തെങ്കിലും ഇൻസെക്റ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് പേപ്പർ ടേപ്പ് ഇട്ട് ഒട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടൊക്കെ സേഫാണ്. ഇത് കണ്ടില്ലേ, താഴത്തുണ്ട്. പിന്നെ നമ്മൾ സാനിറ്റൈസർ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് ടൈറ്റ് ചെയ്യുമ്പോൾ ബോട്ടിലൊക്കെ ഒന്ന് ഡിസ്പ്ലേസ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലൊന്ന് ലോക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഗ്ലൂ ഉപയോഗിച്ചിട്ടുണ്ട്. കേബിൾ ടൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഇത് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ നമ്മൾ 5 വോൾട്ടേജിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 5 വോൾട്ടേജ് പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പവർ സപ്ലൈൻ്റെ പ്രശ്നമില്ല എങ്കിൽ നമ്മൾ ഇതുപോലുള്ള അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 വോൾട്ടേജ് അഡാപ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഇനി സപ്ലൈയുടെ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്താണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് ഇതുപോലുള്ള ബാറ്ററി ഹോൾഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് 4 AA ബാറ്ററി കണക്ട് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു ബാറ്ററി ഹോൾഡറാണ്. 4 ബാറ്ററി ആകുമ്പോൾ നമുക്ക് 6 വോൾട്ടേജ് വരും. പക്ഷെ 6 വോൾട്ടേജ് കൊണ്ടൊന്നും നമ്മുടെ സർക്യൂട്ട് ഡാമേജ് ആവില്ല. അപ്പോൾ അത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് ഈ ഇവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിയതിന് ശേഷം ഇവിടെ കണക്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, ഇതിൽ ബാറ്ററി കഴിഞ്ഞാൽ തന്നെ ബാറ്ററി ഡ്രെയിൻ ആയാൽ ഇത് റിമൂവ് ചെയ്യുന്നതും മാറ്റുന്നതും ഒക്കെ വളരെ ഈസി ആയിരിക്കും. പുറത്ത് വെക്കുന്നതാണെങ്കിൽ അതൊരു അഭംഗിയാണെങ്കിൽ ഇത് നമുക്ക് അകത്ത് എവിടെയെങ്കിലും ഇതിന്റെ വാക്കൻ സ്പേസുകളിൽ എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന പോലെയും പ്ലാൻ ചെയ്യാം. അതെല്ലാം ഇത് ചെയ്യുന്നവരുടെ ഇഷ്ടം പോലെ അവരവർക്ക് ഭംഗിയാക്കാൻ ഏതൊക്കെ രൂപത്തിൽ പറ്റും അതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് PVC ബോർഡ് 4mm PVC ഷീറ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വശങ്ങളും 5 വശങ്ങളും നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് ഫെവിക്വിക്ക് ഇട്ട് ഒട്ടി വെച്ചിരിക്കുകയാണ്. ഈ സർക്യൂട്ടിൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു അപ്പോൾ ഇതിനൊന്ന് അഴിച്ച് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ പുറകു വശത്ത് മാത്രമേ നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ സ്ക്രൂ ചെയ്യാനുള്ള ഒരു ബലമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു നൈലോണിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നൈലോൺ ഗ്രിപ്പ് 4 ഭാഗത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷീറ്റ് ഇങ്ങനെ ഇതിൽ ടൈറ്റ് ചെയ്യാവുന്ന പോലെ ആയിരിക്കും. ടൈറ്റ് ചെയ്യാവുന്നതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. സൂപ്പർ അല്ലേ? നമ്മൾ പേരൊക്കെ വെച്ചു, സെൻസറിന്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇമേജ് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇമേജ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിന്റെ ലോഗോ വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പൊ തന്നെ ടൈമർ മുട്ടിയുള്ള ഇതിന്റെ ടൈമിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് സാനിറ്റൈസർ. നമ്മുടെ സാനിറ്റൈസർ ഉണ്ട്. സാനിറ്റൈസർ ഫില്ല് ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാവുന്നതായിരിക്കും. അപ്പൊ അതുകൂടി ചെയ്യാല്ലേ? അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മളെ കൊണ്ട് ആകുന്ന വിധത്തിൽ പരമാവധി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ലോഗോ ഒക്കെ വെച്ചു, സെൻസർ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ ലെവൽ ലോ ലെവലൊക്കെ മാർക്ക് ചെയ്തു. കണ്ടില്ലേ? ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് നമ്മൾ സാനിറ്റൈസർ ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പുറത്ത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, പവർ സപ്ലൈയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ബാറ്ററി പാക്ക് ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് സാനിറ്റൈസർ ഫില്ല് ചെയ്തിട്ട് ഒരു ഫൈനൽ ടെസ്റ്റ് എടുത്താലോ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പ്രൊജക്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോ പുതിയതായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ EC4U അടുത്തൊരു പ്രൊജക്ടിന്റെ ഒരു പണിപ്പുരയിലാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു കോവിഡ് ബേസ്ഡ് പ്രൊജക്ട് തന്നെയാണ്.
നമ്മൾ ഒരു 5 രൂപ കോയിൻ ഇടുമ്പോൾ മാസ്ക് പുറത്ത് വരുന്ന ഒരു മാസ്ക് വെൻഡിങ് മെഷീനെ പറ്റി ആലോചിച്ച് നോക്കും. അതും ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു സോൾഡറിങ് ചെയ്യേണ്ട സഹായമില്ലാതെ, ഒരു പ്രോഗ്രാമിന്റെ പോലും സഹായമില്ലാതെ വളരെ ഈസി ആയിട്ട് സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് വെൻഡിങ് മെഷീനാണ് നമ്മൾ അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നത്. വീഡിയോ മിസ് ചെയ്യരുത് പ്ലീസ്. ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ.